ഹലോ 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 മീരാബായി അനുസ്മരണ പരിപാടിയാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ കൂടെ പുതിയ മുഖങ്ങൾ സംസാരിക്കുന്നു. മീരാബായി നമ്മൾ വിട്ടുപോകും. സ്വാഭാവികമായും ഒരു വർഷം ആവുന്ന സമയത്ത് ആ ട്രീറ്റ്മെന്റും കേട്ടോട്ടങ്ങളും കാര്യങ്ങളും ഒരു 4 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആള് കുറച്ച് നേരത്തെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയോ എന്നൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം തികയുന്ന സമയത്ത് നമ്മളൊരു അനുസ്മരണ പരിപാടിയായിട്ട് സ്റ്റാർട്ടായി. അത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. 20 വർഷം ആ സമയമാകുമ്പോൾ അത് ചെയ്തു. പിന്നെ കൊറോണ വന്നപ്പോൾ അത് ഓൺലൈനിൽ ചെയ്തു. കൊറോണയ്ക്ക് ശേഷം ആളുകൾ ലഭ്യമാകാതിരുന്ന സാഹചര്യത്തിൽ വീടിനോട് ചേർന്ന് ചെയ്തു. അതിനുശേഷം പോളിടെക്നിക്ക് മഞ്ചേരി അമ്പലത്തിൻ്റെ മെയിൻ ഹാള്, പിന്നെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യമുള്ള കാരണം ഇവിടെയും ചെയ്യും. ആള് സ്വല്പം ഒരു വീതി കുറവുണ്ടെന്നാലും നമ്മളത് ഹാളിനെ നമ്മൾ വലുതാക്കാറുണ്ട്. ഓരോ വർഷം ചെറിയ ഹാളിൽ നമ്മൾ അറേഞ്ച്മെന്റിലോട്ട് വലുതാക്കി എടുക്കാറുണ്ട്. അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി പരിപാടി സ്റ്റാർട്ടായി. നമ്മുടെ പരിപാടി വീട്ടിൽ വെച്ച് നടന്നൊരു പരിപാടി എന്നതുപോലെ ആയതുകൊണ്ട് ഉദ്ഘാടനമോ സ്വാഗതമോ പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓൾറെഡി പരിപാടി സ്റ്റാർട്ടായി കഴിഞ്ഞു. പിന്നെ ഇതിൽ മീരാബായിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് കൂട്ടുകാരികൾ ചിലർ വരാനുണ്ട്. ഇവിടെ സെന്റ് ജോസഫിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴുള്ള കൂട്ടുകാരികൾ ഞാൻ ഈ ഇടക്കാലത്ത് വെച്ച് കണ്ടു. ഒരു കുട്ടി മരിച്ചിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരാണെന്നറിയില്ല, 2 പേര് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഓർമ്മകൾ നമുക്ക് കേൾക്കാം. അപ്പം അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ പരിപാടിക്കൊന്നും പ്രത്യേകിച്ച് ചാർട്ടർ ചെയ്ത പരിപാടികളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരുന്നതാണല്ലോ. നമ്മുടെ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ വിശിഷ്ട അതിഥികളാണ്. അവരൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ നമ്മുടെ ഈ ഇവരിപ്പോ എന്താ വെച്ചാല് ജനങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ പൊതുവില് വർഷത്തിലൊരു പരിപാടി നാടിന്റെ പരിപാടി മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം, അതില്ലാതെ രീതിയിലേക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ള തോന്നല്. അപ്പൊ അതിന് കുറച്ചും കൂടി ഒരു പൊതു സ്വഭാവം വരുന്നതിന് താല്പര്യമുണ്ട്. അത് കൂടുതൽ ഒരു മൂവ്മെന്റ്, ഒരു പ്രസ്ഥാനം പോലെ നമ്മുടെ നാട്ടില് അനവധി സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെയുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ പലരും ശ്രദ്ധിക്കാതെ പോയൊരു മേഖലയാണ് ഈ കൂടെയുള്ള ഒരാൾ നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിലുള്ള ഒരാള് എങ്ങനെ പരിഗണിക്കും, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേശ്ശെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, പേരുകളൊക്കെ ഇട്ടിട്ടൊക്കെയുണ്ട്, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
5W അതിൻ്റെ ഒരു ചെറിയൊരു ലോഗോ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജയരാജേട്ടൻ. 5W വേൾഡ് വൈഡ് വിഡോസ് ആൻഡ് വിഡോവർ വെൽഫെയർ. വേൾഡ് വൈഡ് വിഡോസ് ആൻഡ് വിഡോവർ വെൽഫെയർ. അപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു സ്ത്രീ പക്ഷപാതിത്വത്തിന്റെ ഭാഗമായിട്ട് ഒരു വനിതാ സംഘടന, ഒരു പുരുഷ സംഘടന വളരെ സമീപകാലത്തൊക്കെ അതൊക്കെ വല്ലാത്ത രീതിയിൽ അതായത് വിപുലോ നമ്മുടെ സൃഷ്ടിയിൽ തന്നെ സ്ത്രീയും പുരുഷനെയും വളരെ ഐക്യത്തോടെ ആണ് കണ്ടുള്ളത്. ഭാരതീയ വിശ്വാസത്തില് ഈ മറ്റേ ശിവപാർവതി സങ്കല്പം തന്നെ പകുതി പുരുഷൻ പകുതി സ്ത്രീയാണ്. അപ്പൊ അവരെ വേറിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിപ്പൊക്കെ അങ്ങനെ പരസ്പരം ചെയ്ത് തിരിഞ്ഞ് പരസ്പരം ആക്രോശിക്കുന്നതാണ് നമ്മൾ സമീപകാലത്തൊക്കെ കാണുന്നത്. അപ്പോ ഈ രണ്ട് മേഖലയിലും ഈ നഷ്ടം വളരെ വലിയൊരു അവസ്ഥയാണ്, ദുരന്തം ദുരിതമൊക്കെയാണ്. ഞാനത് നേരിട്ട് ഇൻപേഴ്സൺ അനുഭവിച്ചു, ഞാൻ പലരും കണ്ടു. അപ്പൊ നമ്മൾ ആ മേഖലയിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അത് നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിലിപ്പോ 10 എത്ര ആളുകൾ ആരാ താല്പര്യം വെച്ചാൽ മുന്നോട്ട് വന്ന് നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്ത് അടുത്ത വർഷം 10ാമത്തെ വർഷമാകുമ്പോഴേക്ക് നമുക്ക് അതൊരു നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. അതിപ്പോ അത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്ന് വെച്ചാല് അവർക്ക് നമ്മളുടെ ഒരു സാന്ത്വനായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ അത് ഇങ്ങനെ അടക്കി വെച്ച് നടക്കുകയായിരിക്കും. അത് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു താല്പര്യമുണ്ട്. അത് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം പറഞ്ഞിരുന്നു, ഈ വർഷം പറയുന്നു. ഇനിയുള്ള ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് അതിനൊരു രൂപരേഖ നമുക്ക് ഉണ്ടാക്കണം. ഇതൊരു താല്പര്യമാണ്. ഇത്രയാണ് പറയാനുള്ളത്. ഇനിയിപ്പോ നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മളുടെ ഒരു കൗൺസിലർ വന്നിട്ടുണ്ട്. നമുക്ക് സിദ്ധാർത്ഥ മാഷ് നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ വർഷം വരുന്ന തുടക്കം തൊട്ട്. പക്ഷെ ആൾക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടാണ് ബെഡ് റെസ്റ്റാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ആള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മയിൽ നമുക്ക് സ്റ്റാർട്ടാവും. അപ്പൊ നമ്മുടെ കൗൺസിലറും എൻ്റെ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ സത്യം പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കഴിഞ്ഞ 5 വർഷം നല്ലൊരു സാന്നിധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പലപ്പോഴും പല കോളുകൾ ഇറങ്ങാനുണ്ട് പൊതുപ്രവർത്തകരെ പറ്റി, എല്ലാവരെ പറ്റി ഇറങ്ങാറുണ്ട്. മറിമായത്തിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ണു നോക്കില്ലാണ്ട് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്, ഈ പറഞ്ഞവർക്ക് ഉണ്ട് സമൂഹത്തിൽ. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഡിവിഷനിൽ നല്ല രീതിയിൽ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ കുറെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. അപ്പോ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് അദ്ദേഹം ഉൾപ്പെടുന്ന മേഖലയ്ക്ക് അതിൻ്റെ ഒരു ലക്ഷണങ്ങളും അദ്ദേഹം കണ്ടു. ഇന്നിപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയമാണ്. അപ്പോൾ നമ്മളുടെ മുൻ കൗൺസിലറും ഇപ്പോഴും ആ മേഖലയിൽ സജീവമായിരിക്കുന്നതാണ്. വേണമെങ്കിൽ ഒരു കിങ് മേക്കർ എന്നൊക്കെ ആളെയും ഭാവിയിൽ വിശേഷിപ്പിക്കാം. അപ്പോ ആള് ചെയ്യുന്ന മേഖല, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ആള് ഏത് മേഖലയിലും ബന്ധപ്പെടുന്നത് SMVP പ്രസിഡന്റാണ്. അങ്ങനെ എവിടെ ചെന്നാൽ അവിടെ പ്രായത്തിൽ കവിഞ്ഞ രീതിയിൽ സാന്നിധ്യം ഒപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. പിന്നെ അതുപോലെ ആശംസകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആളുകൾ വരട്ടെ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്ത് ബേസ്ഡ് ഒരു അസുഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആബ്സെൻസ് വന്നത്. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ എക്സ്ക്ലൂസീവ്ലി നമ്മൾ അങ്ങനെ പോയി. പിന്നെ ക്രമേണ നമ്മുടെ മുതിർന്ന ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, കിഷോറേട്ടനെ പോലെ ജോലിദാസിലെ കിഷോറേട്ടൻ അവരൊക്കെ പറഞ്ഞു ചെറിയ കലാപരിപാടികളൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ കവിത ചൊല്ലിലേക്കും തെരുവൊക്കെ എത്തിപ്പെട്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് പരിപാടി സ്റ്റാർട്ടാവും. നമസ്കാരം. മാഷ് വളരെ മാഷ് പഠിക്കുന്നത് ചെറുപ്പത്തിൽ ട്യൂഷനെടുത്ത ഒരു മാഷ് കൂടിയാണ്. സ്റ്റുഡൻറ്റുമാണ്. നമ്മുടെ കൗൺസിലറായി വരുന്ന സമയത്ത് അതിനുള്ള പേരിലാണ് ജവായി ചേച്ചിയുടെ ലക്ഷ്മിനെ കുറിച്ച് നമുക്ക് കണ്ടത്. അങ്ങനെ ഇത്രയും അഗാധമായ
ഇറങ്ങാൻ സാധിച്ചത്. മാഷിനെ വിളിക്കുമ്പോഴേ കുറേ വരും മാഷ് പൂർണ്ണമായിട്ട് ഞാൻ വരും. അത് എൻ്റെ വ്യത്യസ്തമായ ചിന്താഗതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് പറ്റിയ ഒരു അസുഖം സർവ്വസാധാരണമാണ്. എന്നിരുന്നാൽ അദ്ദേഹം അവരെ രക്ഷപ്പെട്ട വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് അസുഖം വന്നത്, ഇനി അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമൂഹത്തിൽ. അപ്പൊ അതിനൊക്കെയാണ് പ്രകൃതിയുമായി ചേരുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ചെയ്തതെന്ന് ചിട്ടപ്പെടുത്തി. അത് വലിയൊരു പറയാ, നമ്മളെ കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചത് മക്കൾ. നമ്മുടെ ഞാൻ കഴിഞ്ഞ വർഷം നല്ല വെറൈറ്റി പലഹാരൊക്കെ പിന്നെ അത് കഴിയാൻ അത് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. നമുക്ക് പറയാം ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ സ്വന്തം ജീവിതത്തോടെ കാണിച്ചു കൊടുക്കാൻ, സ്വന്തം മക്കൾക്ക് അതിന് പ്രകൃതിയുടെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുണമാണ്. നമുക്കറിയാം പണ്ട് കാലത്തുള്ള ജീവിതചര്യ, പണ്ടത്തെ ആളുകളുടെ പണ്ടിന് നല്ല ആരോഗ്യമാണ്, അത് അവരുടെ ജീവിതമാണ്. നല്ല വിഷമില്ലാത്ത പച്ചക്കറി. അപ്പൊ അത് അസുഖം കുറവായി, വലിയ അസുഖങ്ങളില്ല. അന്ന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം മനസ്സിലായത് ധൈര്യമാണ്. അത് സംഭവം പറയാം. ഞാനിപ്പം മലക്കുമ്പോൾ താഴെ ഒരു വിഷമം. ഇന്നലെ താഴെ കഴിക്കുമ്പോൾ അതിന് മുടി ഡൈ ചെയ്യുമ്പോൾ പണ്ട് കാലത്ത് 55 വയസ്സായാൽ അറിയും. ചെറുപ്പത്തിലൊക്കെ എൻ്റെ അച്ഛൻ KSRTC റിട്ടയർഡായി വരുമ്പോ 55 വയസ്സിൽ റിട്ടയർഡാകുമ്പോ അന്നൊക്കെ ഡൈയിലേക്ക് തുടങ്ങുമ്പോഴാണ് താടിയൊക്കെ നിറച്ച് മുടിയൊക്കെ നിറച്ച് അച്ഛന് പ്രായമായി. പക്ഷെ ഇന്ന് 55 വയസ്സായാലും വളരെ ചെറുപ്പമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടം. മനസ്സിലാക്കുന്നത് നമ്മൾ ആ പ്രായമാകുമ്പോഴാണ് ഞാനൊക്കെ ആ പ്രായത്തോട് അടുക്കുന്നതിനുള്ള മനസ്സ് എത്ര അതിനകത്ത് ചെറുപ്പമാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അറിയില്ല. പക്ഷെ 55 വയസ്സിൽ റിട്ടയർമെന്റ്, അത് പഴയ കാലത്ത് റിട്ടയർമെന്റ് നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഒന്നിനും കൊള്ളില്ലാത്ത വ്യക്തിയായിരിക്കും. പക്ഷെ ഇപ്പൊ അതല്ല, 80 വയസ്സ് വരെ ഉണ്ട് ജീവിതത്തിൽ വളരെ ചെറുപ്പമായി ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അത് മാഷിനകത്ത് സൂചിച്ചതുപോലെ നമ്മൾ അസുഖം വരാത്തൊരു ജോലി, അത് ദൈവദത്തമായി കിട്ടണമെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രകൃതി നമ്മൾ ഇറങ്ങണം. കുട്ടികൾക്ക് മൊബൈലിൽ മാറി ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. പണ്ട് കാലത്ത് കുട്ടികളെ 2 വർഷം കൊണ്ട് കൊറോണ കാലഘട്ടത്തിൽ കണ്ടിരുന്നു. കുട്ടികളെ കരഞ്ഞാൽ ഏറ്റവും വാശി പിടിച്ച മൊബൈൽ കൊടുക്കുന്ന ഒരു കാലഘട്ടം. അവരാണ് ബ്രെയിൻ എത്രത്തോളം അത് നാശാക്കുന്ന കാര്യമില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കൊടുക്കാതെ ഇങ്ങനെയുള്ള തോന്നിപ്പോ വേറെ വീട്ടിലേക്കാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവർക്കും ഓർമ്മയില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലോ, അല്ലെങ്കിൽ അത് ചെയ്യാമായിരുന്നു, അത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ആ വാർഷികത്തിൽ. നമുക്ക് തോന്നും ചെറിയൊരു വാർഷിക ദിനമല്ലേ. പക്ഷെ ഇതിനൊരു മെസ്സേജ്, എൻ്റെ ഭാര്യ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല ആരോഗ്യമായി ജീവിക്കാൻ പോയിരുന്നു. അത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? നഷ്ടപ്പെടാൻ കാരണം ക്രിസ്തുവും എല്ലാവർക്കും വരും. പക്ഷെ ജീവിതം ശരിയ മാറ്റേണ്ട കാലഘട്ടമാണ്. അത് വരുന്ന തലമുറയ്ക്ക് നന്ദി കൊടുക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കാൻ ഞാൻ അതേ സമയം എനിക്ക് പനി